ഹലോ. കോസ്റ്റ്യൂം കൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. സ്പേസിൽ നിന്ന് വന്ന ജാതമൊന്നുമല്ല, ഇത് ഞാൻ തന്നെയാണ്. പനി ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിൽ ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. പനിയുണ്ട്, ചുമയുണ്ട്, കഫക്കെട്ടുണ്ട്, എല്ലാം ഉണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. അപ്പം പറഞ്ഞു വന്നിരുന്നത് നെടുങ്കണ്ടം അകത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഉള്ളൊരു ഷോപ്പായിട്ടോ. നല്ല ഫുഡൊക്കെ രാവിലെ കിട്ടും, ഉച്ചയ്ക്ക് ചോറ് കിട്ടും. ഇപ്പം ഞാൻ കഴിക്കാനൊന്നുമില്ല, കട്ടൻ കാപ്പി മാത്രം കുടിച്ചു. കാരണം എനിക്ക് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, രാവിലെ ഒന്നും തിന്നാൻ വേണ്ട. പിന്നെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പാസ്സാക്കി നേരെ അടുത്ത ബസ് പിടിച്ചു. അവിടുത്തെ ഇപ്പോൾ പിടിച്ചു മനോഹാരിതമായ എന്താണ് കാട്, നല്ലൊരു പീസ്ഫുൾ യാത്രയായിരുന്നു. കൊള്ളാം, അടിപൊളി. പക്ഷെ എപ്പോൾ വേണമെങ്കിലും മഴ വരാം, കാറ്റ് വരാം. അന്തരീക്ഷത്തിനെ വിശ്വസിക്കാനേ പറ്റത്തില്ല. പിന്നെ കാലാവസ്ഥക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സ്വഭാവമാണ് ഇപ്പോൾ കാലാവസ്ഥയുടേത്. നോക്കി നിൽക്കുമ്പോഴല്ലേ മഴയും കാറ്റൊക്കെ ഒരുമിച്ച് വരുന്നത്. പിന്നെന്താ പറയുക, അടുത്ത KSRTC ബസ് കണ്ടപ്പോൾ അത് ചാടി കയറി പാലയിലോട്ട്. പിന്നെ ഫ്രണ്ട് സീറ്റും കിട്ടിയ എൻ്റെ മൈൻഡിൽ എന്താ പറയുക, ഡിസ്കോ ഡാൻസ് ആയിരുന്നു. അടിപൊളി, എനിക്കിഷ്ടമാണ് ഫ്രണ്ട് സീറ്റ്, KSRTC ബസ്, പാട്ട് എല്ലാം കൂടി ഒരു വൈബാണ്. അതിൻ്റെ കൂടെ ഒരു പ്രശ്നം മഴയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. പക്ഷെ മഴയും കിട്ടി കേട്ടോ, എവിടെയോ എത്തിയപ്പോൾ മഴയും പെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മഴയും കൂടെ പെയ്തപ്പോഴത്തേനും. ഹാ എന്താ അന്തസ്, അടിപൊളി. പിന്നെ ചാടിത്തുള്ളി ഇത് തന്നെ, നമ്മുടെ പാലായി എത്തിയിട്ടുണ്ട്. പാലായിൽ എത്തിയപ്പോഴും ഞാൻ ഓർത്തത് ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിങ് നടക്കുവാണല്ലോ എന്ന്. മറ്റേ സംഭവം കണ്ടോ, എന്തോ ഒരു തോക്ക് പോലെ നിൽക്കുന്നത്, തോക്കാണോ എന്താണോ, ക്രെയിനാന്ന് തോന്നുന്നു, ആർക്കറിയാം, എന്തോ. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോഴത്തേന് ഇവിടെ തൊട്ട് അവർ സെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പള്ളിയിൽ ഒളിഞ്ഞു നോക്കിയതാണ് കാണുന്നത്. അപ്പം പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു ഗെറ്റപ്പ് വന്നിട്ടില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ജിഞ്ചർ ചായയും കട്ട്ലേറ്റൊക്കെ കഴിച്ച് പാസ്സായി.